ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പത്മജ വേണുഗോപാലോ അച്ചുമ്മനോ എറണാകുളത്ത് നിന്നും മത്സരിച്ചേക്കുമെന്ന് സൂചന. മേജർ രവിക്ക് മത്സരിക്കാൻ താല്പര്യമില്ല എന്ന് അറിയിച്ചതിനെ തുടർന്നാണ് എറണാകുളത്ത് പത്മജ സ്ഥാനാർത്ഥിയാകുമെന്ന വിവരം പുറത്തുവരുന്നത്. ഇതോടെ ആവേശത്തിലായിരിക്കുന്നത് യഥാർത്ഥത്തിൽ കോൺഗ്രസ് ആണ്. അതായത് കോൺഗ്രസിനെ തള്ളി BJPയിലേക്ക് ചേക്കേറിയ ലീഡറുടെ മകളെ തിരഞ്ഞെടുപ്പ് ഗോതയിൽ നേർക്കുനേരെ കിട്ടുന്നതാണ് കോൺഗ്രസിന്റെ സന്തോഷം. ഹൈബീഡൻ എന്ന കോൺഗ്രസിന്റെ ശക്തനായ സ്ഥാനാർത്ഥി എറണാകുളം നേടുമെന്ന് ഉറപ്പുള്ള കോൺഗ്രസിന് അത് പത്മജയെ തോൽപ്പിച്ചുകൊണ്ടാവും എന്നത് ഇരട്ടി മധുരമായി മാറും. വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പത്മജ വേണുഗോപാലിനെ ചാലക്കുടി മണ്ഡലത്തിൽ മത്സരിപ്പിക്കാനായിരുന്നു BJPയുടെ ആദ്യ തീരുമാനം. സഖ്യകക്ഷിയായ BDJS നൽകിയ മണ്ഡലം തിരിച്ചെടുത്ത പത്മജയ്ക്ക് നൽകാനായിരുന്നു നീക്കം. പകരം എറണാകുളം മണ്ഡലം BDJS നൽകാനും BJP ദേശീയ നേതൃത്വം ആലോചിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ എറണാകുളത്ത് പത്മജയെ ഇറക്കാനാണ് BJPയുടെ തീരുമാനം എന്നാണ് രഹസ്യ കേന്ദ്രങ്ങൾ നൽകുന്ന സൂചന. ഒപ്പം അച്ചു ഉമ്മനുമായി സംസാരിച്ചിട്ടുണ്ട് എന്നുള്ള രഹസ്യ വിവരങ്ങളും സ്ഥിരീകരിക്കാത്ത വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. എറണാകുളത്ത് ഹൈബീഡൻ തന്നെയാണ് ഇക്കുറിയും കോൺഗ്രസ് സ്ഥാനാർത്ഥി. CPM ഷൈൻ ടീച്ചറെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് പ്രചരണം തുടങ്ങിക്കഴിഞ്ഞു. ഒരു ഉപാധികളുമില്ലാതെയാണ് താൻ BJPയിൽ പോകുന്നതെന്നും മനസ്സമാധാനത്തോടെ പ്രവർത്തിക്കാൻ വേണ്ടിയാണ് കോൺഗ്രസ് വിടുന്നതെന്നുമായിരുന്നു പത്മജയുടെ പ്രതികരണം. എന്നാൽ ഇപ്പോൾ എറണാകുളത്ത് സ്ഥാനാർത്ഥിയാകാൻ ഒരുങ്ങുകയാണ് പത്മജ. എറണാകുളത്തെ BJP സ്ഥാനാർത്ഥിയായി മേജർ രവിയെ കൊണ്ടുവരുമെന്നായിരുന്നു ആദ്യം പുറത്തുവന്ന വാർത്തകൾ. എന്നാൽ മേജർ രവി തനിക്ക് താല്പര്യമില്ലെന്ന് അറിയിച്ചതിനെ തുടർന്നാണ് പത്മജയ്ക്ക് നറുക്ക് വീഴുന്നത്. അതേസമയം BJPയുടെ മൂന്നാംഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വരാനുണ്ട്. 4 മണ്ഡലങ്ങളാണ് ഇനി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനുള്ളത്. ഇതിൽ കൊല്ലത്ത് കുമ്മനം രാജശേഖരനെ പരിഗണിക്കുന്നതിനായി വിവരമുണ്ട്. ആലത്തൂരിൽ മഹാരാജാസ് മുൻ പ്രിൻസിപ്പൽ സരസ്വതി ടീച്ചറെയും പരിഗണിക്കുന്നു. കൊല്ലത്ത് നിലവിലെ പാർട്ടി ജില്ലാ അധ്യക്ഷൻ BB ഗോപകുമാറും പരിഗണനയിലുണ്ട്. മേജർ രവി കഴിഞ്ഞ വർഷം ഡിസംബർ മാസത്തിലാണ് BJPയിൽ അംഗത്വമെടുത്തത്. ഒപ്പം അംഗത്വമെടുത്ത മുൻ കോൺഗ്രസ് നേതാവ് C രഘുനാഥ് കണ്ണൂരിൽ സ്ഥാനാർത്ഥിയാണ്. മേജർ രവി നിലവിൽ BJP സംസ്ഥാന ഉപാധ്യക്ഷനാണ്. C രഘുനാഥ് ദേശീയ കൗൺസിൽ അംഗവും. നടൻ ദേവനെയും സംസ്ഥാന ഉപാധ്യക്ഷനാക്കിയത് 2023 ഡിസംബർ മാസത്തിലായിരുന്നു. ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് കോൺഗ്രസിന് അപ്രതീക്ഷിതമായ കനത്ത ആഘാതമേൽപ്പിച്ചുകൊണ്ടാണ് പത്മജ വേണുഗോപാൽ BJP പ്രവേശനം നടത്തിയത്. കോൺഗ്രസുകാരുടെ എക്കാലത്തെ ലീഡറായ മുൻ മുഖ്യമന്ത്രി K കരുണാകരന്റെ മകളും മുൻ KPCC പ്രസിഡന്റ് വടകര MPയുമായ K മുരളീധരന്റെ സഹോദരിയുമായ പത്മജ നിലവിൽ കോൺഗ്രസ് രാഷ്ട്രീയകാര്യ സമിതി അംഗമാണ്. മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗവുമായ AK ആന്റണിയുടെ മകൻ അനിൽ ആന്റണി കോൺഗ്രസ് വിട്ട പത്തനംതിട്ടയിലെ BJP സ്ഥാനാർത്ഥിയായതിനു പിന്നാലെ കരുണാകരന്റെ മകളും പാർട്ടി വിട്ടതിന്റെ അമ്പരപ്പിലാണ് കോൺഗ്രസ് നേതാക്കൾ. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ തന്നെ തോൽപ്പിച്ചത് കോൺഗ്രസുകാരാണെന്ന് പരാതിപ്പെട്ട പത്മജ അതിന്റെ പേരിൽ നടപടി ആവശ്യപ്പെട്ടെങ്കിലും അത്തരക്കാർക്ക് ഉയർന്ന സ്ഥാനമാനങ്ങൾ ലഭിച്ചതിൽ അതൃപ്തിയിലായിരുന്നു. അനിൽ ആന്റണി BJPയിൽ പോയതുപോലെയുള്ള കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ നേതൃത്വം മുൻകൈയെടുത്തേ മതിയാവൂ എന്നവർ പരസ്യമായി ആവശ്യപ്പെട്ടെങ്കിലും അനങ്ങാതിരുന്ന കോൺഗ്രസ് നേതൃത്വം അനുനയിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും പത്മജ വഴങ്ങിയില്ല. വാഗ്ദാനം ചെയ്തിരുന്ന രാജ്യസഭാ സീറ്റ് നൽകാതിരുന്നതും തീരെ ജൂനിയർ ആയവരെ അതിനായി പരിഗണിച്ചതും പത്മജയെ പ്രകോപിപ്പിച്ചു. രാജ്യസഭയിലേക്കുള്ള അടുത്ത ഒഴിവ് മുസ്ലിം ലീഗിന് നൽകാൻ കോൺഗ്രസ് തീരുമാനിച്ചതോടെ വിട പറയാൻ അവർ തീരുമാനിക്കുകയാണ് ഉണ്ടായത്.